ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 19 ശ്ലോകം 6. പ്രചേതസ്സുകൾ രുദ്രതീർത്ഥക്കുളത്തിൽ അനേകം സംവത്സരങ്ങൾ രുദ്രഗീതം ജപിച്ചുകൊണ്ട് ഭഗവാനെ തപസ് ചെയ്തു. പ്രചേതസ്സുകളുടെ ആ ദീർഘമായിട്ടുള്ള തപസ്സിൽ ഭഗവാൻ ഏറ്റവും അധികം പ്രസന്നനായി. അവരോടുള്ള കൃപ കൊണ്ട് അവരുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഗരുഡാരൂഢനായി 8 കൈകളോടെ മഞ്ഞപ്പട്ട് ചാർത്തിയിട്ടൊക്കെയാണ്. സാധാരണ ഭഗവാൻ 4 കൈകളോടെയാണല്ലോ അല്ലേ, ശംഖചക്രം ഗദാ പത്മം. ഇവിടെ വീണ്ടും 4 കൈകൾ കൂടി. അത് അപൂർവമായ സമയത്താണ് അങ്ങനെ പ്രത്യക്ഷപ്പെടുക. വാള്, പാശം, ധനുസ്, ശരം എന്നിങ്ങനെയുള്ള ആയുധങ്ങൾ കൂടി ഉണ്ട് കൈകളിൽ. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ 8 ദിക്കുകളും പ്രകാശം കൊണ്ട് നിറഞ്ഞു എന്നാണ് ഈ ശ്ലോകം. ശ്ലോകം: കൃപാബലേനൈവ തഥാ പ്രചേതസാം പ്രകാശമാഗ പദഗേന്ദ്രവാഹന വിരാജി ചക്രാദിവരായുധാംശുഭിർഭുജാഭിരഷ്ടാഭിരുജ ഉദഞ്ചിതദ്വിതി. പദകേന്ദ്രവാഹന, പദകം പക്ഷികളുടെ രാജാവ് ഇന്ദ്രൻ, രാജാവായിട്ടുള്ള ഗരുഡൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഗരുഡവാഹനനായിട്ട് വിരാജി ചക്രാദിഭി വരായുധാംശുഭി, ശോഭിക്കുന്ന കിരണങ്ങളുള്ള ചക്രം തുടങ്ങിയ ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളോടുകൂടി അഷ്ടാഭി ഭുജാഭി 8 കൈകളോടെ ഉദഞ്ചിതദ്യുതി വലിയ ശോഭയോടുകൂടി കൃപാബലേന ഏവ, ഭഗവാനെ അവിടുത്തെ കൃപാബലം കൊണ്ട് മാത്രം പ്രചേതസാംപുര, ആ തപസ് ചെയ്യുന്ന പ്രചേതസ്സുകളുടെ മുന്നിൽ പ്രകാശമാക, അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടുവല്ലോ. കൃപാബലേനൈവ, അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രം തദപ്രചേതസാം, ആ തപസ് ചെയ്യുന്ന പ്രചേതസ്സുകൾക്ക് മുന്നിൽ പ്രകാശമാക, അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. പദകേന്ദ്രവാഹനം, ഗരുഡാരൂഢനായിട്ട് വിരാജി ചക്രാദിവരായുധ, ശോഭിക്കുന്ന ശ്രേഷ്ഠങ്ങളായിട്ടുള്ള 8 ആയുധങ്ങളോടുകൂടി ചക്രം തുടങ്ങിയിട്ടുള്ള ശംഖ്, ചക്രം, ഗദാ, പത്മം കൂടാതെ വാള്, പാശം, ധനുസ്, ശരം അങ്ങനെയുള്ള 8 ആയുധങ്ങളോട് കൂടിയിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. അംശുഭിർ ഭുജാഭിരഷ്ടാഭി, ആ കൈകളിൽ ധരിച്ച ആ 8 ആയുധങ്ങളിൽ നിന്നും പ്രകാശകിരണങ്ങൾ പ്രവഹിച്ചിരുന്നു. ഉദഞ്ചിതദ്യുതി, അങ്ങനെ ആ പ്രദേശം മുഴുവനും വലിയ തേജസ് കൊണ്ട് നിറഞ്ഞു. പ്രചേതസ്സുകൾക്ക് ഭഗവാൻ വേഗം തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവരവരുടെ ഉള്ളിൽ ജ്വലിച്ച് കൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ കണ്ടുകൊണ്ടാണ് തപസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആനന്ദത്തിലലിഞ്ഞ് ആ തപസ്സിൻ്റെ രസം അനുഭവിച്ചു കൊണ്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. എന്നാൽ 10,000 വർഷത്തോളം തപസ് ചെയ്ത അവരുടെ മുന്നിൽ ഭഗവാന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരുടെ ആ ഉള്ളിലെ രൂപം തന്നെ പുറത്തവർ കണ്ടു, ഏതുപോലെ ധ്രുവകുമാരൻ കണ്ടതുപോലെ തന്നെ. ഇനി അടുത്ത ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. കൃപാബലേനൈവ തദപ്രചേതസാം പ്രകാശമാഗ പദകേന്ദ്രവാഹന വിരാജി ചക്രാദിവരായുധാംശുഭിർ ഭുജാഭിരഷ്ടാഭിരുദഞ്ചിതദ്വിതി. 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, പ്രചേതസ്സുകൾ ഒന്നും വരമായിട്ട് ആവശ്യപ്പെട്ടില്ല. ഭഗവാനെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷം കൊണ്ട് അവർ തൊഴുതു നിന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ ഭഗവാൻ അവർക്ക് വേണ്ടതായിട്ടുള്ള വരങ്ങൾ അങ്ങോട്ട് നൽകുകയാണ്, അവരാവശ്യപ്പെടാതെ തന്നെ. എന്തൊക്കെയായിരുന്നു? നിങ്ങളെക്കുറിച്ച് സ്മരിക്കുന്നത് പോലും സ്മരിക്കുന്നവർക്ക് എല്ലാ ജനങ്ങൾക്കും ശ്രേയസ് നൽകും. കൂടാതെ നിങ്ങൾ ജപിച്ചിട്ടുള്ള ഈ രുദ്രഗീതം എല്ലാവരുടെയും സകല അഭീഷ്ടങ്ങളും പ്രദാനം ചെയ്യും. അങ്ങനെയാണ് അനുഗ്രഹിച്ചത്. ഈ രുദ്രഗീതം ജപിക്കുന്നത് എല്ലാ ആഗ്രഹങ്ങളും നടക്കും
നടത്തിത്തരും. അതുപോലെ തന്നെ നിങ്ങളെ സ്മരിച്ചാൽ തന്നെ ഈ പ്രചേതസ്സുകൾ 10 പേരിങ്ങനെ തപസ് ചെയ്തു രുദ്രതീർത്ഥത്തിൽ. ആ കാര്യങ്ങളൊക്കെ സ്മരിക്കുന്നത് തന്നെ ശ്രേയസ് നൽകുന്നതാണ് എന്നുള്ള വരങ്ങൾ കൊടുത്തു. ധ്രുവനും അങ്ങനെ തന്നെയാണ് ഭഗവാൻ നൽകിയത്. അച്ഛൻ്റെ സിംഹാസനത്തിലിരിക്കണം എന്ന് മാത്രമാണ് ധ്രുവൻ ആഗ്രഹിച്ചത്. പക്ഷേ അത് 36,000 വർഷം രാജ്യം ഭരിക്കാനും അതിനുശേഷം ജ്യോതിർഗോളങ്ങൾ പ്രദക്ഷിണം വയ്ക്കുന്ന ധ്രുവനക്ഷത്രമാവാനും ഒരിക്കലും തിരിച്ചുവരവില്ലാത്ത സ്ഥാനം പ്രാപിക്കാനും ഭഗവാൻ അനുഗ്രഹിച്ചു. അതുപോലെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, ഭഗവാനെ ചിന്തിച്ച് ധ്യാനിക്കുക. നമ്മൾ ചോദിച്ചാൽ അത് കുറഞ്ഞു പോവും. അതുകൊണ്ട് ആഗ്രഹിക്കുന്നതിലധികം നമുക്ക് എന്താണോ നല്ലത് അത് ഭഗവാൻ തരും എന്ന് വിശ്വസിക്കുക. നമുക്ക് ശ്ലോകം നോക്കാം. പ്രചേതസാം താവദ് അയാചതാമപി ത്വമേവ കാരുണ്യഭരാദ് വരാനദാ ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമദാ. അർത്ഥം: താവത് ത്വം ഏവ കാരുണ്യഭാരാത്, അപ്പോൾ അവിടുന്ന് തന്നെ കാരുണ്യത്തിൻ്റെ ആ ഭാരം കൊണ്ട്, കാരുണ്യത്തിൻ്റെ ആധിക്യം കൊണ്ട്, അയാചതാം വരം ചോദിക്കാതെ തന്നെ, യാചിക്കാതെ തന്നെ, പ്രചേതസാം അഭി ആ പ്രചേതസ്സുകൾക്കും വരാൻ അതാ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വരങ്ങളെ അതാ ദാനം ചെയ്തു നൽകി. ഭവത് വിചിന്ത അഭി അങ്ങയെക്കുറിച്ചുള്ള ചിന്ത പോലും ദേഹിനാം ശിവായ ഭവതി ദേഹികൾക്ക് മംഗളം നൽകുന്നതായി തീരുന്നുവല്ലോ. അസൗ രുദ്രനുദിഷ്ട ഈ രുദ്രൻ ഉപദേശിച്ചപ്പെട്ടുള്ള സ്തോത്രം രുദ്രഗീതം കാമദ കാമങ്ങൾ നൽകുന്നത്, അഭീഷ്ടങ്ങൾ നൽകുന്നതും ആകുന്നു. അങ്ങനെ ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ ദീർഘകാലം ആനന്ദത്തിലലിഞ്ഞ് തപസ് ചെയ്തിരുന്ന ആ പ്രചേതസ്സുകളെ അങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും ഭഗവാൻ വരങ്ങൾ നൽകി സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പ്രചേതസാം താവത് അയാചതാം അഭി അയാചതാം പ്രചേതസ്സുകൾക്ക് താവത് അയാചതാം അഭി ഭഗവാൻ ചോദിക്കാതെ തന്നെ ത്വം ഏവ വരാൻ അത കാരുണ്യത്തോടു കൂടിയിട്ടുള്ള ഭഗവാൻ, കാരുണ്യഭരാത് കാരുണ്യം നിറഞ്ഞിട്ടുള്ള ഭഗവാനെ അങ്ങ് വരങ്ങളെ കൊടുത്തില്ലേ. ഭവത് വിചിന്ത അഭി ശിവായ അവരെക്കുറിച്ച് പ്രചേതസ്സുകളെക്കുറിച്ചുള്ള ചിന്ത പോലും, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ചെന്നും ആവാം, അങ്ങനെയുള്ള ആ ചിന്ത പോലും സകലർക്കും ശിവായ, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം നൽകുന്നത് തന്നെയാണ്. ദേഹിനാം ഭവതു അസൗ രുദ്രനുദിശ്ച കാമദ ജനങ്ങൾക്ക് നിങ്ങൾ ചൊല്ലിയ ഭഗവാൻ ശ്രീ പരമേശ്വരൻ രചിച്ച ഈ രുദ്രഗീതം ജപിക്കുകയാണെങ്കിൽ സകല അഭീഷ്ടങ്ങളും ലഭിക്കുന്നതും ആണ്. അതിന് വെള്ളത്തിൻ്റെ അടിയിൽ 10,000 വർഷം ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. മേൽപ്പത്തൂർ തന്നെ പലപ്പോഴും പറയണതാണ്, നമ്മളുടെ ശരീരം തന്നെയാണ് വായുപുരേശം. ആ ഹൃദയസ്ഥാനത്ത് തന്നെ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഭഗവാനെ പ്രചേതസ്സുകളുടെ പോലെ അദ്ദേഹത്തിന് ചിന്തിക്കുന്നത് തന്നെ ആനന്ദമാണ് എന്ന് കരുതി ഇങ്ങനെ ജപിക്കുക മാത്രമേ വേണ്ടൂ. ഭഗവാൻ സ്വയം തന്നുകൊള്ളും, നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത്. ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ജപിക്കണം, ഭജിക്കണം എന്ന് മാത്രം. അർത്ഥത്തോടുകൂടി അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ശ്ലോകം നോക്കിയാൽ വായിച്ചാൽ വേഗം അർത്ഥം പിടികിട്ടും. പ്രചേതസാം താവത അയാചത